കേരള നിയമസഭാ ചരിത്രത്തിലെ 16ാമത്തെ അവിശ്വാസ പ്രമേയമാണ് പിണറായി വിജയൻ സർക്കാരിനെതിരെ ഇന്ന് വി.ഡി. സതീശൻ MLA അവതരിപ്പിച്ചത്. സഭയുടെ ചരിത്രത്തിൽ ഇന്നോളം അവതരിപ്പിക്കപ്പെട്ട അവിശ്വാസ പ്രമേയങ്ങളിൽ ആകെ പാസ്സായത് ഒന്നേ മാത്രമാണ്. 1964 ആർ ശങ്കർ മന്ത്രിസഭയ്ക്കെതിരെ P.K. കുഞ്ഞ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം 50-നെതിരെ 73 വോട്ടുകൾക്ക് പാസ്സാവുകയും കോൺഗ്രസ് മന്ത്രിസഭ അധികാരത്തിൽ നിന്നും പുറത്താവുകയും ചെയ്തിരുന്നു. കെ കരുണാകരൻ മന്ത്രിസഭയ്ക്കെതിരെയാണ് ഇതുവരെ ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാന നിയമസഭയിൽ ഇതുവരെ അവതരിപ്പിക്കപ്പെട്ട അവിശ്വാസ പ്രമേയങ്ങളുടെ ചരിത്രം. 1961 CG ജനാർദ്ദനൻ സംസ്ഥാന ചരിത്രത്തിലെ ആദ്യ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. PSP മന്ത്രിമാരായ പട്ടം താണുപിള്ള, K ചന്ദ്രശേഖരൻ, D ദാമോദരൻ പോറ്റി എന്നിവർക്കെതിരെ കൊണ്ടുവന്ന ഈ പ്രമേയം പക്ഷേ പാസ്സായില്ല. 1962 ആർ ശങ്കർ മന്ത്രിസഭയ്ക്കെതിരെ C അച്യുതമേനോൻ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. ഇതും പരാജയപ്പെട്ടു. തൊട്ടടുത്ത വർഷം 1963 ആർ ശങ്കറിനെതിരെ C അച്യുതമേനോൻ വീണ്ടും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നെങ്കിലും അതും പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് 1964 P.K. കുഞ്ഞ് ആർ ശങ്കറിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം വിജയിക്കുകയും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായും അവസാനമായും അവിശ്വാസ പ്രമേയം വഴി പുറത്താക്കപ്പെടുന്ന സർക്കാരായി ആർ ശങ്കറിന്റെ കോൺഗ്രസ് സർക്കാർ മാറുകയും ചെയ്തു. അടുത്ത അവിശ്വാസ പ്രമേയം വരുന്നത് 1971 CBC വാര്യരും ജോൺ മാഞ്ഞൂരാനും അച്യുതമേനോൻ സർക്കാരിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെട്ടു. തൊട്ടടുത്ത വർഷം 1972 മറ്റൊരു അവിശ്വാസ പ്രമേയവും അച്യുതമേനോൻ സർക്കാരിനെ നേരിടേണ്ടി വന്നു. E. ബാലാനന്ദൻ അവതരിപ്പിച്ച ഈ പ്രമേയവും പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് 10 വർഷത്തിന് ശേഷം 1982 K കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ അടുത്ത അവിശ്വാസ പ്രമേയം സഭയിലെത്തി. AC ഷൺമുഖദാസ് ആയിരുന്നു പ്രമേയം അവതരിപ്പിച്ചത്. കരുണാകരൻ സർക്കാർ ഒരുപക്ഷെ വീണേക്കാം എന്ന നിലയിലായിരുന്നു അന്ന് കാര്യങ്ങൾ. പ്രമേയം വോട്ടിനിട്ടപ്പോൾ 70-70 എന്ന നിലയിലായിരുന്നു വോട്ട്. ഒടുവിൽ സ്പീക്കർ AC ജോസിന്റെ കാസ്റ്റിംഗ് വോട്ടിലൂടെ കരുണാകരൻ സർക്കാർ ഭരണം നിലനിർത്തി. ചരിത്രത്തിലെ ഏറ്റവും ഉദ്വേഗഭരിതമായ നിമിഷങ്ങൾക്കായിരുന്നു അന്ന് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. സർക്കാരിനെതിരെ വന്ന ആദ്യ അവിശ്വാസ പ്രമേയത്തെ പരാജയപ്പെടുത്തിയെങ്കിലും കരുണാകരൻ സർക്കാരിന് തുടർച്ചയായി അവിശ്വാസം നേരിടേണ്ടി വന്നു. 1983 ബേബി ജോണും 85 MV രാഘവനും 86 E.K. നായനാരും കൊണ്ടുവന്ന പ്രമേയങ്ങളെല്ലാം പക്ഷേ പരാജയപ്പെടുകയായിരുന്നു. 1986 കരുണാകരൻ സർക്കാരിനെതിരെ കൊണ്ടുവന്ന പ്രമേയം വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ അനഭിമതരായി പ്രഖ്യാപിച്ച കുവൈറ്റ് പൗരന്മാരെ കേരളത്തിൽ വിളിച്ചുവരുത്തി സൽക്കരിച്ചത് രാജ്യദ്രോഹമാണെന്നായിരുന്നു ആരോപണം. അടുത്ത വർഷം അധികാരത്തിലെത്തിയ E.K. നായനാർ മന്ത്രിസഭയ്ക്കെതിരെ VM സുധീരൻ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് പരാജയപ്പെട്ടു. E.K. നായനാർ മന്ത്രിസഭയ്ക്ക് ഒരിക്കൽ കൂടി അവിശ്വാസ പ്രമേയം നേരിടേണ്ടി വന്നു. 1989 K ശങ്കരനാരായണൻ അവതരിപ്പിച്ച ഈ അവിശ്വാസവും പരാജയപ്പെടുകയായിരുന്നു. 80കളിലാണ് സംസ്ഥാന നിയമസഭയിൽ ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. 1990കളുടെ തുടക്കം മുതൽ ഇതുവരെ 3 അവിശ്വാസ പ്രമേയങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്, അതും വർഷങ്ങളുടെ വ്യത്യാസത്തിൽ. 1995 K കരുണാകരൻ മന്ത്രിസഭയ്ക്കെതിരെ VS അച്യുതാനന്ദനും 2005 ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ കോടിയേരി ബാലകൃഷ്ണനും പ്രമേയങ്ങൾ കൊണ്ടുവരികയും പരാജയപ്പെടുകയുമായിരുന്നു. 15 വർഷത്തിന് ശേഷം 2020 ഇപ്പോൾ അടുത്ത അവിശ്വാസ പ്രമേയം വരുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് V.D. സതീശന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ഇപ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ടുള്ളത്. സംസ്ഥാന ചരിത്രത്തിൽ ഇതുവരെ വന്നിട്ടുള്ള അവിശ്വാസ പ്രമേയങ്ങളിൽ അപൂർവം ചിലത് മാത്രമാണ് സർക്കാർ താഴെയിറങ്ങുമെന്ന ആശങ്ക പോലും ഉണ്ടാക്കിയിട്ടുള്ളത്. സർക്കാരിനെതിരെ വിവാദങ്ങളോ അഴിമതി അടക്കമുള്ള കേസുകളോ ഉയർന്ന സമയത്ത് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രതിഷേധവും പ്രതികരണവുമായാണ് പലപ്പോഴും അവിശ്വാസ പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്.